ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ജാസ്മിൻ്റെ കാര്യം പറഞ്ഞു മടുത്തു. അപ്പം നമുക്കിനി ജിൻഡോൻ്റെ കാര്യം പറയാം. ജിൻഡോ പറഞ്ഞ ഒരു സംഭവം വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ആൾ വന്ന സമയത്ത്, ആളല്ല എല്ലാവരും ഈ ഹൗസിൽ വന്ന സമയത്ത് ജിൻഡോനെ ഒത്തിരി താഴ്ത്തി സംസാരിക്കുന്നത് എല്ലാവർക്കും ഒരു പതിവായിരുന്നു. കള്ളൻ, മണ്ടൻ എന്നൊക്കെ ജിൻഡോനെ വിളിച്ച ആൾക്കാരുണ്ട് ഇതിൽ. അപ്പോൾ ആ സമയത്തൊന്നും ജിൻഡോ അങ്ങനെ അവർ തിരിച്ച് അങ്ങനെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ജിൻഡോ തെളിയിച്ചൊരു കാര്യം, ജിൻഡോ പറയുന്നത് ഇവരെല്ലാവരും എന്നെ മണ്ടനും കള്ളനെ കുറിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു തവണ മറ്റേ ജിൻഡോ ഉറങ്ങിപ്പോയപ്പോൾ പട്ടി വരച്ചു. പക്ഷേ ഇവർ വന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ സമ്മതിച്ചില്ല ഉറങ്ങിയെന്നുള്ളത്. ഉറങ്ങിയെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്താ പറയുക, തോറ്റ പോലെ ആയില്ല. അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ ചിലപ്പോൾ സമ്മതിക്കാതിരുന്നത്. അപ്പോൾ ജിൻഡോ സമ്മതിച്ചില്ല. അന്നപ്പോൾ എല്ലാവരും കള്ളാണ് പറയുന്നത്, കള്ളനാണ് എന്നൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ ജിൻഡോ ഇപ്പോൾ എന്താ തെളിയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ പറഞ്ഞു ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, കള്ളനാണ് സമ്മതിച്ചത്. പക്ഷേ ഇവിടെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ച് കഴിക്കുന്നവരുണ്ട്, കള്ളത്തരം കാണിച്ച് മോഷ്ടിച്ച് കൊണ്ടുവന്ന് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെന്താണ് പറയുക? കള്ളം പറയുന്നത് എന്താ പറയുക, ഒരു തെറ്റാണ്, അല്ലെങ്കിൽ കള്ളൻ വിളിക്കും എങ്കിൽ മോഷ്ടിക്കുന്നവരെ എന്തെന്നാണ് വിളിക്കേണ്ടത് എന്ന് ജിൻഡോ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളവർ. അങ്ങനെ കൊണ്ടുവന്ന ഒരു സാധനം, മോഷ്ടിച്ച് കൊണ്ടുവന്ന ഒരു സാധനം തന്നപ്പോൾ ജിൻഡോയും അത് കഴിച്ചൂലോ എന്ന് ശ്രീതു ആണോ എന്നറിയില്ല, ആരോ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറഞ്ഞു, അത് എനിക്ക് മോഷ്ടിച്ചുകൊണ്ട് വന്നതെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനത് കഴിച്ചത്. അപ്പോൾ എല്ലാവരും കള്ളനല്ലേ?